ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ റമദാൻ മാസം നമ്മളോട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വിശിഷ്ടമായ, ഒരു സവിശേഷമായ ഒരു ഗുണമാണ് ത്യാഗം. ത്യജിക്കാനുള്ള, സമർപ്പിക്കാനുള്ള ഒരു വലിയ ഗുണം അനുഗ്രഹീത റമദാൻ മാസം അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനം നമ്മിൽ വളരെയധികം ലക്ഷ്യമിടുന്ന മഹത്തായ ഒരു കാര്യമാണ്. സഹിക്കുക, ക്ഷമിക്കുക, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് പലർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. ആ ഒരു ഗുണം, ആ മഹത്തായ ഒരു വൈകാരിക ഭാവം വളർത്താൻ, വികസിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നോമ്പ് പിടിപ്പിച്ചുകൊണ്ട്, വ്രതാനുഷ്ഠാനത്തിന് കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ കാണപ്പെടുന്നത് പോലുള്ള ആ ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ ആ ചരിത്രം വേറെ ലോകത്ത് ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. കൃത്യമായി നല്ല മാർഗത്തിൽ തൻ്റെ സകലതും സമർപ്പിക്കാനുള്ള, ത്യജിക്കാനുള്ള ഒരു ബുദ്ധി, ഒരു സന്നദ്ധതയാണ് ഇസ്ലാം വിശ്വാസികളിൽ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹിജറ, നമുക്കറിയാം, ലോക ചരിത്രത്തിലെ ഇത്രക്ക് അനുഭവമായിട്ടുള്ള ഒരു സംഭവം, ത്യാഗോജ്വലമായ ഹിജറ എന്ന് പറയുന്നത്. തൻ്റെ മുഴുവൻ സമ്പാദ്യം, കുടുംബം, ബന്ധുക്കൾ, ഭാര്യ, മക്കൾ, ഉറ്റവർ, ഉടയവർ എല്ലാം വിട്ട് എറിഞ്ഞുകൊണ്ട്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി ഒരു സമൂഹം നടത്തിയ മഹാത്യാഗത്തിൻ്റെ, ആവേശകരമായ ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഒരു ചരിത്രമാണ് ഹിജറ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാറുണ്ട്. തൊഴിലിനു വേണ്ടി, ഉപരിപഠനത്തിനു വേണ്ടി, വിനോദത്തിനു വേണ്ടി, അല്ലെങ്കിൽ അന്വേഷണത്തിനു വേണ്ടി, പലതിനും, പല കാര്യങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ പലരും മറുനാടുകളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്, വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്, മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ തൊഴിലിനു വേണ്ടിയല്ല, വിവാഹത്തിനു വേണ്ടിയല്ല, വിനോദത്തിനു വേണ്ടിയല്ല, ഒരു സമൂഹം തങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു ആദർശത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്ത, പലായനം ചെയ്ത സംഗതി. ഇത് ഇസ്ലാം വളർത്തിയെടുത്തൊരു മഹത്തായ ഒരു ഗുണമാണ്. അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കാനുള്ള, ആദർശത്തിനു വേണ്ടി എന്തും ത്യജിക്കാനുള്ള ഒരു മഹത്തായ സന്നദ്ധത. നമുക്കറിയാം, നോമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വികാരങ്ങളെ ത്യജിക്കുകയാണ്, അവൻ്റെ വിശപ്പിനെ ത്യജിക്കുകയാണ്, ദാഹത്തെ അവൻ ത്യജിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആരും കാണുന്നില്ലെങ്കിൽ പോലും, അതീവ രഹസ്യമായിട്ട് പോലും ഒരു വിശ്വാസി നോമ്പെടുത്തുകൊണ്ട് അതിശക്തിയായി വിശക്കുമ്പോൾ വിശപ്പ് മാറ്റാൻ ശ്രമിക്കുന്നില്ല. ദാഹിക്കുമ്പോൾ ഒരിറക്ക് വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുവാൻ അവൻ മുന്നോട്ട് വരുന്നില്ല. അവൻ്റെ വികാരങ്ങളെ അവൻ കടിഞ്ഞാണിടുന്നു. അങ്ങേയറ്റത്തെ ഒരു സമർപ്പണമാണ്, അങ്ങേയറ്റത്തെ ഒരു ത്യാഗമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഇവിടെ നിർവഹിക്കുന്നത്. ഇതാണ് നോമ്പിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഒരു മാസക്കാലത്തെ ചിട്ടയായ, ശാസ്ത്രീയമായ ഈ ഒരു പരിശീലനത്തിലൂടെ ഒരു വിശ്വാസി വളരുന്നു, ഒരു വിശ്വാസി മാറുന്നു. അവൻ സമ്പാദിച്ച സമ്പത്ത് അറിയാം. റമദാൻ മാസമാവുമ്പോൾ വിശ്വാസികൾ കൂടുതൽ ദാനം ചെയ്യുന്നു, കൂടുതലായി, ഐച്ഛികമായി, ധാരാളമായി പാവങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, സമൂഹത്തിലെ ദുർബലർക്ക്, ദരിദ്രർക്ക്, നിർധനർക്ക് പല രീതിയിൽ ദാനം ചെയ്തുകൊണ്ട്, സേവനം ചെയ്തുകൊണ്ട്, സംഭാവനകൾ നൽകിക്കൊണ്ട്. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ദാനശീലരുള്ളത്. റമദാൻ മാസമാകുമ്പോൾ
ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങളിൽ ദാനശീലം വളരുന്നു. തങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തിൽ നിന്ന് സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനുള്ള ഒരു സന്നദ്ധത റമദാനിന്റെ ഒരു സവിശേഷതയാണ്. നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളികൾ, അനാഥ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക സമൂഹത്തിലെ ധർമ്മിഷ്ഠരുടെ, ഉദാരമതികളുടെ, അകമഴിഞ്ഞ ദാനധർമ്മങ്ങളുടെ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ. ഇതൊരു ത്യാഗമാണ്, ഒരു സമർപ്പണം. അപ്പൊ അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതുപോലെ ഇനി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സകലതും സമർപ്പിച്ചിരിക്കുന്നു എന്ന ധീരമായ, ധീരോദത്തമായ ഒരു പ്രഖ്യാപനമുണ്ട്. ആ സമർപ്പണമാണ് റമദാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയൊരു ത്യാഗമാണ് സമർപ്പിക്കാൻ സന്നദ്ധനാവുക എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ ഒരു ലക്ഷ്യമായി നമ്മൾ കാണുക റമദാൻ. ആ രീതിയിൽ നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ സമർപ്പിക്കാനും ത്യാഗം അനുഭവിക്കുവാനും നമ്മൾ മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.